ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പഴം കൊണ്ടുള്ള രണ്ടാം ഭാഗം കേട്ടോ കാണിക്കേണ്ടത്. 2 തേങ്ങ പൊളിച്ച് നല്ല ചിരകി വെച്ചിരുന്നു കേട്ടോ. അത് 3 തരമായിട്ട് പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് കേട്ടോ. അങ്ങനെ അതവിടെ തയ്യാറായപ്പോൾ നമ്മൾ പഴം കൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ പഴം 4 കഷ്ണങ്ങളാക്കി ചെറുതാക്കി മുറിച്ചു. അപ്പോൾ 3-ാം പാലിൽ അത് കിടന്ന് വേവിക്കുക കേട്ടോ. പഴം ഒരു പകുതി വേവായി വന്നപ്പോൾ 2-ാം പാലും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഏലക്ക ഇട്ട് കൊടുത്തു, പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നായി കിട്ടാൻ വേണ്ടിയിട്ട് ലേസം അരിപ്പൊടി ഇട്ടു. പച്ചവെള്ളത്തിനൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ച് അതൊന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലും പഴം കൂടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ എന്തോ ഒരു കമ്മിയുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല.